ഹായ് നമസ്കാരം. സുധിനാണ്. ഇന്ന് ഞങ്ങളുള്ളത് നമ്മുടെ കോട്ടയം ജില്ലയിലാണുള്ളത്. കോട്ടയം ജില്ല കങ്ങഴ ഭാഗത്താണുള്ളത്. അപ്പോൾ ചെറിയൊരു ഫെൻസിങ്ങിൻ്റെ വർക്കുമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. വേറൊന്നുമല്ല, ഈ ബാക്കിൽ കാണുന്ന വർക്ക് തന്നെയാണ്. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈവനിങ് ആയി. കുറച്ച് റിസ്ക് ആയിരുന്നു. അപ്പോൾ ഒരു 3 സൈഡ് നമ്മുടെ ഈ ഒരു ഇവിടെ വീടുണ്ട്. ആ വീടിൻ്റെ 3 സൈഡ് ഇവർക്ക് ഡോഗ് ഉണ്ട്. ആ ഡോഗ് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ചെറിയ ഫെൻസിങ് ആണ്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, ചെയിൻ ലിങ്ക് ഓൾറെഡി ബാക്കിൽ നിന്ന് സ്ട്രെച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അപ്പോൾ ഈ ഒരു ലെങ്ത്ത് മാത്രമാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഇനി ആ ഒരു സൈഡും ഈ ഒരു സൈഡും കൂടെ ഉണ്ട്. കുറച്ച് ലേറ്റ് ആവും, എങ്കിലും ഇന്ന് കംപ്ലീറ്റ് ചെയ്യും. ഏകദേശം ഒരു 150 മീറ്ററിനടുത്താണ് നമുക്ക് ഏരിയ വരുന്നത്. ഇനി മെറ്റീരിയൽ സ്പെസിഫിക്കേഷനിലേക്ക് പോകുകയാണെന്ന് വെച്ചാൽ ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന ചെയിൻ ലിങ്ങിനെയാണ് സാധാരണ ഉപയോഗിക്കുന്ന 12 ഗേജ് 3 ഇഞ്ച് 5 അടി ഹൈറ്റുള്ള ചെയിൻ ലിങ്ങാണ്. പിന്നെ ഇപ്പോൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എൻ്റെ ഹൈറ്റ് ഓൾമോസ്റ്റ് നമ്മുടെ ഈ ഒരു കാലുകൾ നിൽക്കുന്നുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് ഇവർക്ക് ഡോഗ് അടിയിലൂടെ തുരന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അടിയിലൊരു കല്ല് കെട്ടാന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടാണ് നമ്മൾ കാലുകൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കാരണം ചെയിനിൽ കെട്ടിക്കഴിഞ്ഞാൽ അടിയിൽ ഗ്യാപ്പ് വരും. അത് കെട്ടിക്കഴിഞ്ഞതിന് ശേഷം അവർ കല്ല് കെട്ടാം എന്നുള്ള ഒരു കാര്യത്തിൽ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എനിവേ, ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ടാറ്റ വയറോണിൻ്റെ ചെയിൻ ലിങ്കാണ്, GI ചെയിൻ ലിങ്കാണ്. 3 ഇഞ്ച് കള്ളികലത്തുള്ള 12 ഗേജ് 2.5 mm കള്ളികലത്തുള്ള ചെയിൻ ലിങ്കാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. 5 അടി ഹൈറ്റ്, 2.5 മീറ്ററാണ് കാല് കൊടുത്തിട്ടുള്ളത്. 3 ലൈൻ പ്ലെയിൻ കമ്പി, 12 ഗേജിൻ്റെ പ്ലെയിൻ കമ്പി കൊടുത്തിട്ടുള്ളത്. അതുപോലെ വയർ തിക്നെസ് എന്ന് പറയുന്നത്, അതായത് 2.5 ആണ് ഈ 12 ഗേജ് എന്ന് പറയുന്നത്. അതുപോലെ 2 തരത്തിലുള്ള കമ്പിയുടെ നമ്മൾ ഇതിൽ ഉപയോഗിക്കാറുണ്ട്. 2 തരത്തിലുള്ള കമ്പി എന്ന് പറയുന്നത് നമ്മുടെ ഈ പോസ്റ്റും നമ്മുടെ ലൈൻ വയേഴ്സ്, ഈ കാണുന്ന 3 ലൈൻ വയേഴ്സും കൂട്ടി കെട്ടുന്നത് നമ്മൾ 14 ഗേജ് 2 mm തിക്നെസ്സുള്ള കമ്പി വെച്ചിട്ടും, ഈ പ്ലെയിൻ വയേഴ്സും അതുപോലെ നമ്മൾ വെച്ച് വരുന്ന ചെയിൻ ലിങ്കും നമ്മൾ ടൈ ചെയ്യുന്നത് 16 ഗേജ് 1.6 mm തിക്നെസ്സുള്ള വയർ വെച്ചിട്ടുണ്ട്. കാര്യം നമുക്ക് ടാറ്റയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 8 ഗേജ് മുതൽ നമുക്ക് 16 ഗേജ് വരെയാണ് നമുക്ക് വയർ തിക്നെസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ വയർ തിക്നെസ് എന്ന് പറയുന്നത് 8 ഗേജ് ആകുമ്പോഴാണ് ഏറ്റവും തിക്നെസ് കൂടുക. 10 ഗേജ് 12 ഗേജ് 14 ഗേജ് 16 ഗേജ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് പോകുന്തോറും തിക്നെസ് കുറയുകയാണ് ചെയ്യുന്നത്. നമ്മൾ നോർമലി ഇപ്പോൾ 12 ഗേജിനേക്കാൾ വലുതാണ് 14 ഗേജ് എന്നല്ല, 12 ഗേജിൽ നിന്ന് 14 ഗേജിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ തിക്നെസ് കുറയുകയാണ് ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കാലിൻ്റെ അടിഭാഗത്തൊരു കല്ല് കെട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സാധാരണ നമ്മൾ 5 അടി ചെയിൻ ലിങ്ക് കോൺക്രീറ്റ് കാലിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറ് നമ്മൾ 7 അടിയുടെ കാലാണ്. ഇന്ന് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള 8 അടിയുടെ കാലാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി നമ്മളൊരു ഒരു ഏകദേശം ഓൾമോസ്റ്റ് 1 ഫീറ്റ് നമ്മൾ അടിയിൽ കല്ല് കെട്ടാനുള്ള ഗ്യാപ്പ് കൊടുത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു വീടാണ്. വീടിൻ്റെ 3 സൈഡാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ട് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഡോഗിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പുറത്തുള്ള ഡോഗല്ല, ഇവരുടെ ഡോഗിനെ പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത്. ഫ്രണ്ട് സൈഡിൽ ഓൾറെഡി മതിൽ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാൻ കഴിയുന്നതും വീഡിയോ അതിനെ കൂടെ അറ്റാച്ച് ചെയ്യാം. പിന്നെ എന്താ പറയുക, നിങ്ങൾക്കും ഇതുപോലെ തന്നെ റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. കാര്യം നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, നമ്മൾ കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും നമുക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. എപ്പോൾ വേണമെങ്കിലും വർക്ക് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി നമുക്കുണ്ട്. വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ നമുക്ക് എത്ര വലിയ വർക്കാണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇന്നത്തെ സൈറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാനുള്ളത്. അതുപോലെ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും റിക്വയർമെൻറ്റ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നതായിരിക്കും. ഒപ്പം നമ്മൾ സ്ഥിരമായിട്ട്, എനിക്ക് തോന്നുന്നു ഡെയിലി ഒരു വീഡിയോ വെച്ച് നമ്മൾ നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം പോസ്റ്റ് ചെയ്യാറുണ്ട്. കുറേ പ്രേക്ഷകർ കാണാറുണ്ട്, പുതിയ ആൾക്കാർ കുറേ വരാറുണ്ട്. നമുക്ക് ഒരുപാട് വർക്കുകൾ വരാറുണ്ട്. നിങ്ങൾക്ക് ഈ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക. കാരണം നമ്മൾ കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ്. അതുപോലെ അത് നമുക്കൊരു ഹെൽപ്ഫുള്ളുമാണ്. സോ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇതിൽ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ എല്ലാം പറഞ്ഞു, കോൺക്രീറ്റ് കാലിൻ്റെ പറഞ്ഞു, അതുപോലെ കെട്ടുന്ന കമ്പിയുടെ അടക്കം ഞാൻ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്നുള്ളത് കോട്ടയത്താണ്, കോട്ടയത്ത് കങ്ങഴ ഭാഗത്താണുള്ളത്. അപ്പോൾ എന്തായാലും ഇതോടുകൂടി അവസാനിപ്പിക്കുന്ന ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി തരുന്നു. മറ്റു സൈറ്റും മറ്റു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.